അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്പോർട്സ്, ഗെയിം, കളികൾ തുടങ്ങിയ ഓമന പേരുകളിൽ നമ്മൾ വിളിക്കുന്ന കളി ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത്? ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ലളിതമായി പറഞ്ഞാൽ, നിഷിദ്ധ കാര്യങ്ങളില്ലാത്ത, നിരോധിത സംഗതികളിലേക്കു നയിക്കാത്ത, ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത കളികൾ കുഴപ്പമില്ല. ശരീരപുഷ്ടിക്ക് സഹായകമാകുന്ന, ബുദ്ധിവികാസമുണ്ടാക്കുന്ന, യുദ്ധതന്ത്രങ്ങൾ അറിയാൻ സഹായിക്കുന്ന കളികൾ അനുവദനീയമാണ്. എന്നാൽ ദിക്റുകളും നിസ്കാരങ്ങളും അതിൻ്റെ ശ്രേഷ്ഠമായ സമയത്ത് ചെയ്തു തീർക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന കളികൾ അനുവദനീയമാണെങ്കിലും ഉപേക്ഷിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. കൃത്യസമയത്ത് നിസ്കരിക്കാനും മറ്റു നിർബന്ധിത കാര്യങ്ങൾ ചെയ്തു തീർക്കാനും സാധിക്കാത്ത വിധത്തിൽ കളിയിൽ വ്യാപൃതമായാൽ തെമ്മാടികളായി തീരും. പാരത്രിക ജീവിത വിജയത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്ന വിധത്തിൽ മനസ്സിൽ ആധിപത്യവും സ്വാധീനവും ഉണ്ടാക്കി തീർക്കുന്ന എല്ലാ വിനോദങ്ങളും കളികളും നിഷിദ്ധമാണ് എന്ന് തുഹ്ഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്യാരംസ്, പകിടകളി, കോൽക്കളി തുടങ്ങിയ ഈ ഇനത്തിൽപ്പെടുന്നു. ഇത് കളിക്കുന്നത് നിഷിദ്ധമാകും പോലെ അവയുടെ ഉപകരണങ്ങൾ വിൽക്കലും ദാനം ചെയ്യലും നിഷിദ്ധം തന്നെ. മ്യൂസിക് ഉപകരണങ്ങൾ, പ്രതിമ, ഫോട്ടോ, നിഷിദ്ധമാക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പന അസാധുവാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ് മുതലായ കളികൾ നിഷിദ്ധമായ കാര്യങ്ങളുമായി ചേർന്നു വരികയാണെങ്കിൽ നിഷിദ്ധം. ഉദാഹരണത്തിന്, നഗ്നത മറക്കാതിരിക്കുക,